തെരഞ്ഞെടുപ്പ് 2 ദിവസം മാത്രമേ ഉള്ളൂ. വല്ലാതെ ചൂട് പിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് രംഗം. എല്ലാവരും നെട്ടോട്ടമാണ്. നാളെ കൊട്ടിക്കലാശമാണ്. അപ്പോൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ പത്രങ്ങൾ വളരെ ഒരു പെയ്ഡ് ന്യൂസ് എന്നൊക്കെയുള്ള മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങേയറ്റം UDF പക്ഷപാതിത്വം കാണിക്കുന്നു മുഖ്യധാര പത്രങ്ങൾ അത്രയും. അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ഒരു UDFിനാകെ ഉള്ള ഒരു തരംഗമുണ്ട്. വോട്ട് വർദ്ധിപ്പിക്കാൻ പോകുന്നത് BJPക്കാണ്. ഈ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഇതൊരു അവരുടെ ഒരു രാഷ്ട്രീയമാണ്. അത് മീഡിയ ഏറ്റെടുത്തേക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട 2019 സാഹചര്യം ഇന്നിവിടെ പൂർണ്ണമായിട്ടും ഇല്ല. രാഹുൽ ഗാന്ധി വന്നുകൊണ്ട് വോട്ട് കൂടാൻ പോകുന്നില്ല. ശബരിമല പൂർണ്ണമായി സ്കിപ്പ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഭരണവിരുദ്ധ വികാരം ഇല്ലേ? ഭയങ്കര BJPക്കെതിരെ വലിയ വികാരം ഉള്ളത്. നിങ്ങളിപ്പോ പറയുന്നേ ഇപ്പൊ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് ലോക്സഭാ ഇലക്ഷനാണ്. സ്വാഭാവികമായിട്ട് 10 വർഷം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവണം. അതാണല്ലോ പറയേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ UDFന്റെ MPമാര് സിറ്റിംഗ് MPമാരാണ് മത്സരിക്കുന്ന എല്ലാവരും. MPക്കെതിരെ അതൊന്നുമില്ല. കുറെ കൂടി വ്യക്തമായി പറഞ്ഞ മോദി വിരുദ്ധ വികാരം എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ആകെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് ശരിക്കും. അത് നന്നായി കേരളം. ഇന്നലത്തെ നരേന്ദ്രമോദിയുടെ പ്രസ്താവന വളരെ ഒരു രാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയെ പറയുന്നത് ഈ മുസ്ലിങ്ങൾ രാജ്യത്തെ സ്വത്ത് സ്ത്രീകളുടെ താലിമാല അടക്കം, അതായത് ഹിന്ദു സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. താലിമാല ഹിന്ദുക്കൾ കാണുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് അയാൾ. പിന്നെ ഈ LDF കൊണ്ടുവന്ന നരേറ്റീവ് ഇല്ലേ, ഈ LDF എന്തിനാണ് അവിടെ പോണത്, അത് കൃത്യമായിട്ട് സാധനം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസ് ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ജയിച്ച ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ BJPക്ക് ഭൂരിപക്ഷം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരൊക്കെ എടുക്കും. മാത്രമല്ല അവിടെ പോയി ശബ്ദിക്കാൻ ഇപ്പൊ ഒരാളെ നമുക്കുള്ളൂ അവിടെ. അങ്ങനെ എല്ലാ വിഷയത്തിലും ഇടപെട്ട് സംസാരിച്ച ഒരു തെളിവല്ലേ ഈ സാധനത്തിലൊക്കെ. അല്ല, ഇവര് ചോദിച്ചല്ലോ, രാഹുൽ ഗാന്ധി ഇന്ന് തിരുവനന്തപുരത്ത് വരണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തോ ഭക്ഷ്യവിഷബാധയോ എന്തോ എന്തൊരു വിഷബാധയാണ് അദ്ദേഹം വന്നപ്പോഴേ കേരളത്തിലെ കോൺഗ്രസിനും UDFന്റെയും പ്രചരണത്തിനേറ്റ. കാരണം CAA എന്ന് പറയുന്നത് പറയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വന്നിട്ട് ഇതിനെപ്പറ്റി തന്നെ പറഞ്ഞോണ്ടേ. BJPക്കാരൊക്കെ വോട്ട് കൂടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, അത് ഈ പറഞ്ഞല്ലേ, നിങ്ങൾ പറഞ്ഞ ഒരു പൊതുവിൽ മൊത്തത്തിൽ ഒരു നരേറ്റീവാണ്. അതായത് LDFന് പിന്നെ വോട്ട് കുറയും, BJPക്ക് വോട്ട് കൂടും, കോൺഗ്രസിന് കുഴപ്പമൊന്നുമില്ല. അതിന് വേറെ പെയ്ഡ് ന്യൂസ് അല്ല, വേറെ ന്യൂസ് ബ്രേക്ക് ചെയ്തു. അതായത് അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് കേരളത്തിലെ കുറച്ച് പ്രാദേശിക നേതാക്കൾ ഡൽഹിയിൽ വന്ന് അയാളുമായി ചർച്ച നടത്തി പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നു, അത് NDAക്ക് പിന്തുണ ഉറപ്പാക്കണം. പിന്നെ അങ്ങനത്തെ ഒരു അവസരം ഉണ്ട്. അത് വളരെ ഈ ആസാം മുഖ്യമന്ത്രിയാണ് ശശി തരൂരുമായിട്ട് 3 തവണ ചർച്ച നടത്തിയെന്നാ പറയുന്നത്. വിശ്വപൗരനാണ്. എന്തായാലും ചർച്ച നടത്തിയിട്ട് അയാൾ നിഷേധിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. ഇപ്പൊ മോഡി മുസ്ലിം വിരോധം തന്നെ പ്രസംഗിച്ചു. അതൊരു തന്ത്രമാണ്. ബാക്കി എല്ലാ അടവും ഫലിക്കാതെ വന്നു. കർണാടക ഇലക്ഷനിലും ഇതേപോലെ മുസ്ലിം സംവരണം എടുത്തു കളഞ്ഞു. 2% ലിംഗായത്തിന് 2% മറ്റവരും കൊടുത്തു. പക്ഷെ ഇലക്ഷൻ വന്നപ്പോ എന്തായി, അവർ പാടെ തോറ്റുപോയി. ഇല്ല, കഴിഞ്ഞ തവണ നമ്മളെ മറ്റേ ഇവിടെ പട്ടാളം പിന്നെ യുദ്ധം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഇവര് ജയിച്ചത്, പുൽവാമ. ഇന്ന് അതിനേക്കാളും നല്ല മാർക്കറ്റിൽ ഇതാണ് മുസ്ലിം വിരോധം. പിന്നെ ഈ കേരള സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എവിടെയെങ്കിലും. ഞാൻ പറഞ്ഞ സാധാരണ ഉണ്ടാകുന്ന ഒരു വികാരം പോലും ഇപ്പൊ വാസ്തവത്തിൽ അല്ല. അത് നമ്മൾ കേരളത്തിൽ പൊതുവിൽ കേരളത്തിലെ ആളുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു ആന്റി ഇൻകംബൻസി ഒരു സാധനം ഉണ്ടല്ലോ. ഇവരെ 5 വർഷം ഭരിച്ചു, ഇനിയിപ്പോ വേണ്ട എന്നുള്ളൊരു തോന്നലുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് 7-8 വർഷം ആകുമ്പോഴത്തേക്കും പിന്നെ എന്തൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഒരു സൈക്കോളജി അങ്ങനെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു MP വിരുദ്ധ വികാരമുണ്ട്. കൊടുക്കുന്ന സുരേഷ് ആന്റണി കെ സുധാകരൻ എന്താ ചോദിച്ചാൽ ഞാൻ അവിടെ പോയിട്ട് കിളക്കണോന്നാ ചോദിച്ചത്. എന്താ ചെയ്യാ, KPCC പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു MP ശശി തരൂർ. അപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് നടക്കണം. തരൂർ ആദ്യത്തെ ഇലക്ഷനിൽ പറഞ്ഞതും പറയും തിരുവനന്തപുരം ബാഴ്സലോണയാക്കും, ഹൈക്കോടതി ബെഞ്ച് ഇവിടെ കൊണ്ടുവരും. ഈ രണ്ട് സംഭവം പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ രണ്ടും നടന്നിട്ടില്ല. എല്ലാ MPമാരുടെ അടൂർ പ്രകാശിനെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തില് ആ മനുഷ്യനെ കണ്ടവരില്ല. അടൂർ പ്രകാശിനെ കണ്ട ഒരു അടൂർ പ്രകാശ്, NK പ്രേമചന്ദ്രൻ, പിന്നെ മറ്റേ ചെങ്ങായിന്റെ പേരെന്താ, എറണാകുളത്തെ ഹൈബി ഈഡൻ, പിന്നെ തൃശ്ശൂര് ആരാ ഇവർ MP, അയാളില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പില്. TN പ്രതാപ് പുള്ളി ഒരു സ്മാർട്ട് ബോയ് ആട്ടോ എന്തായാലും. പിന്നെ LDF സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞ വ്യക്തിത്വം തീരെ മോശമാണ്. നമ്മൾ അവതരിപ്പിച്ച ആളുകളുടെ ഒരു വ്യക്തിപരമായ തോമസ് ഐസക് നിങ്ങൾ നോക്ക്, K രാധാകൃഷ്ണൻ, തോമസ് ഐസക്, KK ശൈലജ, മുട്ടാൻ പറ്റുമോ?
സി രവീന്ദ്രനാഥ് UDF ഇനി പുറത്തുനിന്ന് ആരെങ്കിലും ഞങ്ങൾ സ്ഥാനാർത്ഥിനെ മാറ്റാന്ന് പറഞ്ഞിട്ട് ഇവരോട് നിർത്താൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥികളുണ്ടോ? ഈ നമ്മളെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. UDF എംപിമാരെല്ലാം സിറ്റിംഗ് എംപിമാരാണ്. അതിൽ മിക്കവാറും പേര് 3 ടൈമൊക്കെ ആയവരാ. അപ്പൊ അതില് 7 അതെ അത്രയും തവണ മത്സരിച്ച ആളാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഒരു മന്ത്രിക്കെതിരായിട്ടാണല്ലോ വേണ്ടത്. ഒരു മന്ത്രി കേരളത്തിൽ മത്സരിക്കുന്നു, കെ രാധാകൃഷ്ണൻ തോക്കുന്നു, ആരെങ്കിലും ഏതെങ്കിലും ആളുകൾ പറയും മാതൃഭൂമി സർവേ പറയും എല്ലാം അല്ല, അത് ആ പത്രത്തിന്റെ തലക്കെട്ട് തന്നെ ഉണ്ട്. മലീമസ് എന്ന് 1-ാം പേജിലുണ്ട്. അത് ആ പത്രം കൈകൊണ്ട് തുടരുന്നത് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ഒരു സർവേ ഉണ്ട്, മനോരമ പറയുന്ന 12 സീറ്റ് UDF ജയിക്കും, 8 സീറ്റ് ഒപ്പത്തിനൊപ്പം UDF മുൻതൂക്കം. അങ്ങനെയാണ് UDF മുൻതൂക്കമുള്ള ഒപ്പത്തിനൊപ്പം. അങ്ങനെ വർത്താനം ഉണ്ടോ? അല്ല, മനോരമ 2021 നടത്തിയൊരു സർവേ ഉണ്ട്, മനോരമയും സി വോട്ടർ മറ്റോ. ആ സർവേ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ആ സർവേയിൽ പറഞ്ഞിട്ടുള്ള 33 തോൽക്കും എന്ന് അവർ പ്രവചിച്ച 33 പേര് ഇപ്പോൾ സഭയിലാണ്. അതിൽ പല റിയാസ്, ഒരുപാട് ആൾക്കാർ, സച്ചിൻ, KM സച്ചിൻ ദേവ്, ബാലുശ്ശേരി, കടകംപള്ളി, നമ്മുടെ കഴക്കൂട്ടത്ത്. എന്നാലും മുകേഷ് പ്രസംഗിച്ചതാണ് എന്നെ 2 പ്രാവശ്യം തോൽപ്പിച്ചവരാണ് ഇപ്പൊ വീണ്ടും തോൽപ്പിച്ചേക്കുന്നത് സർവേ. അല്ല, അതിൽ കോഴിക്കോട് 2-ാം മണ്ഡലത്തില് LDF 3-ാം സ്ഥാനത്ത് വരുന്നുണ്ട്, BJP 2-ാം സ്ഥാനത്ത്. അല്ല, പത്രങ്ങൾക്കും വിശാരദന്മാർക്കും എത്ര തവണ LDF തോൽപ്പിക്കാം, പക്ഷെ ജനങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റൂല എന്നുള്ളത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്. പത്രങ്ങൾ എഴുതി തോപ്പിക്കും, ചാനലുകൾ ചർച്ച നടത്തി തോപ്പിക്കും, വിശാരദന്മാര് വിശകലനം നടത്തി തോപ്പിക്കും, പക്ഷെ വോട്ടില് LDF തോക്കില്ല. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോ നമ്മൾ കേരളത്തിൽ ഇപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ഇലക്ഷന് പോവുകയാണല്ലോ. അപ്പൊ ഒരു സാധാരണ വോട്ടർ ഇപ്പൊ പൊളിറ്റിക്കലി ഓരോ പാർട്ടിയായിട്ട് ചായ്വുള്ള ആളുകളുണ്ടാവും, അവർ കൃത്യമായിട്ട് പാർട്ടിക്ക് വോട്ട് ചെയ്യും. അതല്ലാതെ ഒരു സാധാരണഗതിയിലുള്ള ആടിക്കളിക്കുന്ന വോട്ടുകളുണ്ടല്ലോ, ആ വോട്ടറുടെ മനസ്സിലുണ്ടാവുന്നത് ഒരൊറ്റ കാര്യമില്ലേ. കാരണം കേരളത്തിൽ 2 പക്ഷേ ഉള്ളൂ. ഒന്ന് മോഡിനെ അനുകൂലിക്കുന്ന BJP ആയിട്ടുള്ള പക്ഷം, 2 മോഡി വരരുതെന്ന് ആഗ്രഹിക്കുന്ന BJPക്ക് എതിരായിട്ടുള്ള പക്ഷം. അപ്പൊ ആ ഒരു വോട്ടറുടെ മുന്നിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഞങ്ങൾ മോഡിക്ക് അനുകൂലമാണ്, അവർ മോഡിക്ക് വോട്ട് ചെയ്തോട്ടെ. നിങ്ങൾ ഇന്ത്യക്കൊപ്പമാണോ ഇന്ത്യ വിരുദ്ധരാണോ എന്നുള്ളതാണ് ചോദ്യമുള്ളത്. അതിൽ മോഡി വിരുദ്ധരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ ഒരു ചോദ്യമുണ്ട്. മോഡി വിരുദ്ധരാണെങ്കിൽ അവർക്ക് 2 ചോയ്സ് ഉണ്ട്. അവർ UDF വോട്ട് ചെയ്യണമോ LDF വോട്ട് ചെയ്യണമോ? അത് 2019 സാഹചര്യത്തിൽ അവർ തീരുമാനിച്ചത് UDF വോട്ട് ചെയ്യണമെന്നാണ്. കാരണം അന്ന് UDF വോട്ട് ചെയ്യേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. മോഡി മാറിയിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം ഒരു സാഹചര്യം ഇപ്പൊ നിലവിലില്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ കഷ്ടത്തിൽ ഒരു മിക്സഡ് ഫലത്തിലേക്കാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു പക്ഷേ ഇത് കുറച്ചും കൂടെ അനുകൂലമായ തരംഗമായിട്ട് LDF മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തിനാണ് ഇവരെ വിടുന്നത് എന്നൊരു ചോദ്യം ശക്തമായിട്ടുണ്ട്. 18 പേരുടെ 5 വർഷത്തെ അനുഭവമാണ് ജനങ്ങൾക്ക് വിലയിരുത്താനുള്ളത്. ഇത് വിലയിരുത്തിയിട്ട് ഇവരെങ്ങനെ വോട്ട് ചെയ്യാനാണ്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതൊരു സംസ്ഥാന തെരഞ്ഞെടുപ്പല്ല, സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയമോ അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങളോ വിലയിരുത്തേണ്ട ഒരു സ്ഥലവും അല്ലെന്ന് തോന്നുന്നു, ഒരു ഘട്ടം അല്ലെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ട് ഇത് മോഡി സർക്കാർ 10 വർഷമായിട്ട് മോഡി ഭരിക്കുന്നു. മോഡി ഇപ്പോൾ ഒരു ഇത് നടത്തുന്നു, ഒരു അഭിമുഖം മാതൃഭൂമിക്ക് മനോരമയ്ക്ക് കൊടുക്കുന്നു. അതിൽ അവർ ചോദിക്കുന്ന പോലുമില്ല പെട്രോൾ വില വർദ്ധിച്ചതിനെ കുറിച്ചോ ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിച്ചതിനെ കുറിച്ചോ ഒന്നും ചോദിക്കാതെ കുറെ മോഡിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്രയും പറയും. മോഡിയുടെ ഭക്ഷണത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത ലക്ഷക്കണക്കിന് ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടിയിട്ടില്ല. എവിടെ കിട്ടി? അല്ല, നമ്മൾ ആറ്റിങ്ങലെ സ്ഥാനാർത്ഥിയോട് ചോദിക്കേണ്ടി വരും. അല്ല, അതിനകത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ഇവിടെ ഇപ്പൊ ഈ ഇലക്ഷന്റെ ഇപ്പൊ ലാസ്റ്റ് ഘട്ടത്തിൽ വന്നൊരു സാധനം, അത് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ശരിക്കും ആ ഒരു കമ്പാരിസൺ ആർക്കായിരിക്കും ഗുണമുണ്ടാവുക? സംശയം എന്താ? പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കെടുത്ത് കളയാനുണ്ടോ അതിനകത്ത്? പുള്ളി പറഞ്ഞ അച്ചട്ടല്ലേ, കറക്റ്റ് അല്ലേ? അത് ഈ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ പക്വതയില്ലായ്മ അത് തെളിയിച്ച് ഒരു ഒറ്റ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയും. എനിക്ക് തോന്നുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ, ഒപ്പം കേരളത്തിലെ 18 MP എന്ത് ചെയ്തു എന്നുള്ള ആ ഒരു പ്രശ്നം, നിങ്ങൾ എന്ത് കളച്ചൂന്ന് സുധാകരന്റെ ഭാഷയിൽ, അതാണ് ശരിക്കും ഈ ഒരു ഇത് മനസ്സിലാവുന്നത്. ഈ പത്രങ്ങൾ ഉണ്ടാക്കുന്ന ഹൈപ്പും പത്രങ്ങളുണ്ടാകുന്ന UDF അനുകൂല തരംഗം അതൊന്നും ഇപ്പൊ കേട്ടാതൊന്നും ഇവര് മനോരമയുടെയും മാതൃഭൂമിയുടെയും ഓഫീസിൽ പോയി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള വ്യക്തമായ ലക്ഷ്യം എന്റെ പിന്നിലുള്ളത്. അപ്പൊ ഏതായാലും ഈ ഒരു സാഹചര്യത്തില് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ പത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫലമായിരിക്കില്ല കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.